الله 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 الله. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف الأمين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇന്ന് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഏറ്റവും ലളിതമായ രൂപത്തിൽ എങ്ങനെ ഉംറയെക്കുറിച്ച് നമുക്ക് പഠിക്കാം എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഒരുപാട് ഉംറയെ സംബന്ധിച്ചുള്ള പഠന ക്ലാസ്സുകൾ, വീഡിയോകൾ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ആ ഉംറ ക്ലാസ്സുകളെല്ലാം വളരെ വിശാലമായ മണിക്കൂറുകൾ നീണ്ടിട്ടുള്ള ക്ലാസ്സുകളാണ്. എന്നാൽ അതിൽ നിന്ന് വിഭിന്നമായി ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്കെങ്ങനെ അത് പറഞ്ഞു പൂർത്തിയാക്കാമെന്ന ചെറിയൊരു ശ്രമമാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട അവരുടെ മനസ്സിലുള്ള അടങ്ങാത്ത വലിയ ഒരാഗ്രഹമാണ് മക്കയിലും മദീനയിലും എത്താനും പരിശുദ്ധമായ ഹജ്ജ്, ഉംറകൾ നിർവഹിക്കാനും പരിശുദ്ധമായ സിയാറത്തൊക്കെ നിർവഹിക്കാനുള്ള വലിയ തൗഫീഖ്. അപ്പോൾ സാമ്പത്തികമായും ശാരീരികമായും അതിന് കഴിവുള്ള ആളുകൾക്കാണ് അത് നിർബന്ധമാകുന്നത്. അങ്ങനെ സാമ്പത്തികമായും ശാരീരികമായും അങ്ങനെ കഴിവ് ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഹലാലായ രൂപത്തിൽ സമ്പത്ത് കിട്ടിയതിന് ശേഷം അവർ അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തണം. ഹലാലായ സമ്പത്ത് കിട്ടിയതിന് ശേഷം എങ്ങനെയാണ് ഒരുക്കങ്ങൾ നടത്തേണ്ടത്? ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മൾ ഇസ്തിഖാറത്തിൻ്റെ നിസ്കാരം നിർവഹിക്കണം. ഇസ്തിഖാറത്ത് എന്നാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏത് പ്രവർത്തനങ്ങളും അവൻ ആരംഭിക്കേണ്ടത്, അതിലൊരു തീരുമാനമെടുക്കേണ്ടത് ഇസ്തിഖാറത്തിൻ്റെ നിസ്കാരം നിർവഹിച്ചുകൊണ്ടാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ജീവിതത്തിലെ ഒരു ആഗ്രഹ സഫലീകരണത്തിന് ഇറങ്ങുമ്പോൾ പ്രത്യേകമായും അത് ചെയ്യണം. ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ കാഫിറൂന, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത് ഓതുകയും രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന ആ ഒരു സൂറത്തും ഓതി 2 റക്അത്ത് നിസ്കരിച്ചതിന് ശേഷം അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അങ്ങനെ ഉംറക്ക് പോകാനുള്ള ഒരു തീരുമാനമെടുക്കുക. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ അതിനെപ്പറ്റി ഒരു മുഷാവറ, ഒരു ഡിസ്കസ് നമ്മൾ നടത്തണം. അതുമായി ബന്ധപ്പെട്ട തൊട്ടടുത്ത ദിവസങ്ങളിൽ, മാസങ്ങളിൽ അവിടെ പോയി വന്നവരുണ്ടെങ്കിൽ അവരോട്, അല്ലെങ്കിൽ അതിൽ ഒരുപാട് പരിചയമുള്ള ആളുകളുണ്ടാകും, എക്സ്പീരിയൻസ് ഉള്ള ആളുകളുണ്ടാകും. ആ ആളുകളോട് നമ്മൾ ഹറമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും പിന്നെ ഒക്കെ നമ്മൾ ഒന്ന് നേരത്തെ മുഷാവറ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം ഒരുപാട് ആളുകൾ ഉംറക്ക് പോയി വന്നതിന് ശേഷം ഇപ്പോഴും നമ്മളോട് സങ്കടം പറയുന്ന ആളുകളുണ്ട്. എന്താണെന്ന് വെച്ചാൽ പോലെ ജീവിതത്തിൽ വലിയൊരാഗ്രഹമായിരുന്നു ഉംറക്ക് പോവുക എന്നൊക്കെ. പക്ഷേ ഈ കോവിഡ് കഴിഞ്ഞ ഉടനെയൊക്കെ പോയ ആളുകൾക്ക് ഇപ്പോഴും അതിൻ്റെ സങ്കടങ്ങൾ തീർന്നിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് പോയപ്പോൾ ഒന്ന് ഹജറുൽ അസ്വദ് മുത്താനോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്തേക്ക് പോലും പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം നിലവിൽ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ തൊട്ടടുത്ത് പിന്നെ സ്ഥിരമായിട്ട് പോകുന്ന ആളുകളുണ്ടാവും, അവരോട് ആ വിഷയങ്ങൾ സംസാരിക്കുക. അതേപോലെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളോട് ഈ ഒരു വിഷയങ്ങൾ സംസാരിച്ച് നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ ഒരു തയ്യാറെടുപ്പ് എടുക്കുമ്പം തന്നെ അങ്ങനെ ഒരു വിഷയം നമ്മൾ ചെയ്യണം. അത് കഴിഞ്ഞാൽ നമ്മൾ സമ്മതം ചോദിക്കേണ്ട ആളുകളുണ്ടാകും. നമ്മൾ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിന് ഇറങ്ങുമ്പോൾ അങ്ങനെ ചെയ്യണം. നമ്മളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ അങ്ങനെ അവരോട് നമ്മൾ വേണ്ടപ്പെട്ട് നമ്മൾ പറയേണ്ടവരാരൊക്കെ ഉണ്ടോ അവരോടൊക്കെ പറഞ്ഞ് ഒരു സമ്മതം നമ്മൾ നേടിയതിന് ശേഷം, അല്ലാതെ നമ്മളെല്ലാം തീരുമാനിച്ച് ടിക്കറ്റെല്ലാം ആയി നമ്മൾ ഉറപ്പിച്ചതിന് ശേഷമല്ല അവരോടൊന്നും പറയേണ്ടത്. അവരോടുള്ള ഒരു സമ്മതം ചോദിച്ചതിന് ശേഷമാണ് പിന്നീടാണ് നമ്മൾ അതിന് വേണ്ടി അപേക്ഷിക്കേണ്ടതും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അപേക്ഷിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയം, നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് നമ്മുടെ പരിസര പ്രദേശങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ട്രാവൽസുകൾ, ഒരുപാട് ഏജൻസികൾ ഈ ഒരു വിഷയവുമായിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതിലേറ്റവും നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്ന, ഏറ്റവും നല്ല ഒരു അമീർ ഉള്ള ഒരു ട്രാവൽസിനോടൊപ്പം ഒരു സിയാറത്ത് പാക്കേജിനോടൊപ്പം നമുക്ക് പോകാൻ സാധിച്ചാൽ അത് നമുക്ക് വലിയ ഒരു മുതൽക്കൂട്ടാണ്.
കാരണം വലിയ ട്രാവൽസ് ആകണമെന്നില്ല, പിന്നെ നല്ല പരിചയസമ്പന്നനായ ഒരു അമീർ ഉണ്ടായാൽ മതി. പരിചയസമ്പന്നനായ അമീർ എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച് വലിയ പ്രാസംഗികനും വലിയ അറിയപ്പെട്ട ആളും ആകണമെന്നില്ല. മറിച്ച് ഈ ഉംറയുമായി ബന്ധപ്പെട്ട് നല്ല കഴിവുള്ള ആളുകളുണ്ടാകും. എന്താണെന്ന് വെച്ചാൽ ഒരു അമീർ എങ്ങനെയാണോ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഉംറയുടെയും മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ പവിത്രതയോടുകൂടെ അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ നമുക്കത് അനുഭവിക്കാനും അത് ആസ്വദിക്കാനും കഴിയുക ഒരു അമീർ എങ്ങനെ അത് പറഞ്ഞു തരുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല ഒരു അമീർ ഉണ്ടാവുക എന്നത് നമ്മളെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ഹജ്ജിനൊക്കെ പോകുന്ന ആളുകൾ, കൂടുതൽ വിശദീകരിച്ചാൽ നമ്മളെ സമയം പോകും. ഏതായാലും ഹജ്ജിനൊക്കെ പോകുന്ന ആളുകൾ ഈ പ്രൈവറ്റായി ഹജ്ജിന് പോകുമ്പോൾ അതാണ് ഒന്നുകൂടെ ഏറ്റവും നല്ല അമീറിനോടൊപ്പം യാത്ര പോകുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് സൗകര്യങ്ങളുണ്ടാകും. ഇപ്പോൾ സർക്കാരിന് കീഴിൽ, ഗവൺമെൻറ്റിന് കീഴിൽ പോകുമ്പോൾ നമുക്ക് പൈസക്ക് കുറച്ച് ആദായങ്ങൾ കിട്ടുമെങ്കിലും നമ്മളെ കർമ്മങ്ങൾ അതിൻ്റെതായ രൂപത്തിൽ പൂർത്തീകരിക്കാൻ ചിലപ്പോൾ നമുക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. അപ്പോൾ ഏതായാലും നമ്മൾ അപേക്ഷകൾ കൊടുക്കുക, പിന്നെ അപേക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പിന്നീട് അവർ അതിൻ്റെതായ രൂപത്തിൽ കാര്യങ്ങൾ ചെയ്തോളും. കൂടുതൽ നമ്മൾക്കതിൽ റിസ്ക്കുകളില്ല. ഏതായാലും അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങണം. ആവശ്യമായ സാധനങ്ങൾ നമ്മൾക്ക് വളരെ അത്യാവശ്യമായ സാധനങ്ങൾ മാത്രം വാങ്ങി, ഡ്രസ്സുകളും ഉംറയ്ക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട ഡ്രസ്സുകൾ, അതേപോലെ അതിൽ അത്യാവശ്യമായി വരുന്ന പേഴ്സണലായി ആവശ്യമായി വരുന്ന ചെറിയ സാധനങ്ങൾ, അതൊക്കെ പിന്നെ അവിടെ പോയിട്ട് അപ്പുറത്തും ഇപ്പുറത്തും കടം വാങ്ങുന്ന ഒരു സിസ്റ്റം ഉണ്ടാകാതെ, പിന്നെ പ്രത്യേകിച്ച് ഭക്ഷണ സാധനങ്ങളും അങ്ങനത്തെ വിഷയങ്ങളൊന്നും നമ്മൾ ഉണ്ടാക്കേണ്ടതില്ല. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും ആ സംവിധാനങ്ങളൊക്കെ കിട്ടുന്നതാണ്. അത് നമ്മൾ ഇവിടെ നിന്ന് ചുമന്നു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം വേണ്ടതില്ല. അപ്പോൾ ഏതായാലും വളരെ അത്യാവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങുക. അങ്ങനെ പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ മനസ്സും ശരീരവും ഉംറയ്ക്ക് വേണ്ടി ഒരുങ്ങണം. നമ്മളെ പൊരുത്തപ്പെടിക്കാനുള്ള ആളുകളെല്ലാം പൊരുത്തപ്പെടിക്കണം. സാമ്പത്തികമായ എന്തെങ്കിലും ബാധ്യതകളുണ്ടെങ്കിൽ അതെല്ലാം വീട്ടിക്കൊടുക്കണം. അതിൻ്റെ ശേഷം അള്ളാഹുവിനോട് തൗബ ചെയ്യുക. കരഞ്ഞ് കലങ്ങിയ കൽബുമായിട്ട് നമ്മൾ പൂർണ്ണമായി നമ്മളെ ദോഷങ്ങളെല്ലാം പൊറുപ്പിക്കപ്പെടണമെന്ന വലിയ ഉദ്ദേശത്തോടുകൂടെ നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളുടെ മനസ്സും ശരീരവും പാകപ്പെടുന്ന രൂപത്തിൽ നമ്മൾ ചെയ്തു പോയ തെറ്റുകളിൽ നിന്നെല്ലാം റബ്ബിനോട് പൊറുക്കലിനെ തേടി അങ്ങനെ നമ്മളുടെ എല്ലാ ദോഷങ്ങളും ഇവിടുന്ന് തന്നെ പൊറുക്കപ്പെടുന്ന രൂപത്തിൽ നമ്മൾ അള്ളാഹുവിനോട് കേണ് പറഞ്ഞു ദുആ ചെയ്ത് തൗബ ചെയ്യുക. അങ്ങനെ നമ്മുടെ ശരീരവും മനസ്സുമൊക്കെ പാകപ്പെട്ടതിന് ശേഷം പിന്നീട് നമ്മളെ ദിവസങ്ങളിങ്ങനെ അടുത്തു വരികയാണ്. നമ്മൾ ഉംറയ്ക്ക് വേണ്ടി പോകാനുള്ള ദിവസങ്ങൾ അടുത്ത് വന്നു. ഇനി 2-3 ദിവസം മാത്രമേ ഉള്ളൂ. ആ സമയത്താണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ പോകേണ്ട ദിവസം വന്നു. അന്ന് രാവിലെ തന്നെ അതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തുക. നമ്മളെ ശരീരത്തിൽ നിന്ന് നീക്കേണ്ട മാലിന്യങ്ങളെല്ലാം നീക്കണം. രോമങ്ങൾ, ഗുഹ്യ രോമങ്ങൾ, കക്ഷരോമങ്ങൾ തുടങ്ങിയ രോമങ്ങളൊക്കെ നീക്കുക, നഖം വെട്ടുക. അങ്ങനെ അതിന് ശേഷം ഇഹ്റാമിന് വേണ്ടിയുള്ള പ്രത്യേകമായൊരു കുളിയുണ്ട്. അപ്പോൾ ആ ഇഹ്റാമിൻ്റെ പ്രത്യേകമായ കുളി സുന്നത്താണ്. ആ സുന്നത്തായ കുളി നമ്മുടെ വീട്ടിൽ വെച്ച് നമ്മൾ കുടിക്കണം. അങ്ങനെ പിന്നെ കുളിച്ചതിന് ശേഷം ഭക്ഷണം നമ്മുടെ യാത്രയിൽ ബുദ്ധിമുട്ടാകാത്ത രൂപത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് അതിനുശേഷം വുളു എടുത്ത് പിന്നെ നമ്മുടെ യാത്രയ്ക്ക് വേണ്ടി നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇറങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പായി നമ്മൾ എന്താക്കണം? 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. യാത്രയുടെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിർവഹിച്ച് അതിന് ശേഷം നമ്മളെ രേഖകളെല്ലാം ക്ലിയറാണോ എന്ന് നമുക്ക് പരിചയമില്ലെങ്കിൽ നമ്മുടെ മക്കളെടുത്തോ മറ്റോ കൊടുത്ത് അത് അവരിൽ നിന്ന് അവർ അത് റെഡിയാണോ എന്ന് നോക്കിയതിന് ശേഷം നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇറങ്ങാൻ പിന്നെ ദുആ ചെയ്യണം. എല്ലാവരും ഒന്ന് ഒരുമിച്ച് കൂടി, മക്കളും പേരമക്കളും എല്ലാവരും ഒന്ന് ഒരുമിച്ച് കൂടി നല്ലൊരു കാര്യത്തിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ ദുആയിരിക്കുക, അല്ലെങ്കിൽ നമ്മളെ ഒപ്പം ഉള്ള പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ദുആ ചെയ്യട്ടെ, അല്ലെങ്കിൽ ഒരു ഉസ്താദിനെ വിളിച്ചാൽ ആ ഉസ്താദ് ദുആ ചെയ്ത് തരും. അങ്ങനെ ആ ഉസ്താദ് ദുആ ചെയ്തു. അങ്ങനെ വലിയ സന്തോഷത്തോടുകൂടെ നമ്മൾ ആ സമയത്ത് ഇറങ്ങുകയാണ്. ഇറങ്ങുന്ന സമയം നമ്മൾക്കൊരു ഹദിയ ചെയ്ത് എന്തെങ്കിലും ഒരു ഹദിയ നമ്മുടെ വീട്ടിലുള്ള ആളുകൾ, പോകാത്ത ആളുകളുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്ക് എല്ലാവർക്കും കൊടുക്കാൻ കഴിയുമെങ്കിലും കൊടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾക്കെങ്കിലും ഒരു ചെറിയൊരു ഹദിയ നമ്മൾ കൊടുത്ത്, ഉസ്താദന്മാരുണ്ടെങ്കിൽ ഉസ്താദന്മാർക്ക് കൊടുത്താൽ മതി, അല്ലെങ്കിൽ മരുമക്കളുണ്ടെങ്കിൽ മരുമക്ക് കൊടുത്താൽ മതി. ഏതായാലും അങ്ങനെ ഒരു ഹദിയ ഒരു സന്തോഷത്തിന് കൊടുത്ത് അങ്ങനെ വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങുകയാണ്. ഇടത് കാല് വെച്ച് നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. നമ്മൾ ഉംറക്കാണ് പോകുന്നത് എന്നൊക്കെ ശരിയാണ്, എങ്കിൽ പോലും
വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഇടത് കാല് വെച്ചാണ് എന്താക്കേണ്ടത്, ഇറങ്ങേണ്ടത്. അങ്ങനെ ഇറങ്ങി വീട്ടിൽ നിന്ന് നടന്ന് കുറച്ച് ദൂരം നടന്നു പോകണം. നേരെ വീട്ടിൽ നിന്ന് പണ്ടൊക്കെ അങ്ങനെയാണ്. പണ്ട് പഴയകാല ഉമ്മമാർക്കെല്ലാം അറിയാം, ഉപ്പമാർക്കെല്ലാം അറിയാം. പിന്നെ പഴയ കാലത്ത് ഉംറക്കും ഹജ്ജിനെല്ലാം പോകുമ്പോൾ ആ മഹല്ല് കഴിയുന്നത് വരെ എല്ലാ ആളുകളും ഒപ്പം നടന്ന് ആ മഹലിൻ്റെ അപ്പുറത്തു നിന്നാണ് വാഹനം കയറുക. അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ കുറച്ചെങ്കിലും നടക്കാനുള്ള ഒരു സൗകര്യം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നടക്കുന്ന സമയം പിന്നിൽ നിന്ന് ബാങ്കും ഇഖാമത്തും കൊടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. അത് വലിയ സൗണ്ടിൽ കൊടുക്കണമെന്നില്ല, മറിച്ച് ഒരു സൗമ്യമായ ഒരു സ്വരത്തിൽ ആരെങ്കിലും പരിചയമുള്ള ആരെങ്കിലും ഒരാൾ അങ്ങനെ ഒരു ബാങ്കും ഇഖാമത്തും പിന്നിൽ നിന്ന് കൊടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. അങ്ങനെ നമ്മൾ പിന്നെ വാഹനത്തിൽ കയറുന്ന സമയത്ത് പ്രത്യേകം ചെല്ലേണ്ട ദിക്റുകൾ, നമ്മൾ ദിക്റുകൾ ഒരുപാട് പറയേണ്ടതുണ്ട്. പക്ഷേ നമ്മൾ ആ ദിക്റുകളൊന്നും നമ്മൾ പറയൽ ഉദ്ദേശമില്ല. എന്താണെന്ന് വെച്ചാൽ വളരെ ചുരുക്കി നമുക്കിത് പറയലാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അതുകൊണ്ട് വാഹനത്തിൽ കയറുമ്പോഴുള്ള ദിക്റ്, അത് കയറുമ്പോഴുള്ള സൂറത്തുകൾ, പ്രത്യേകമായി സുന്നത്തുള്ള സൂറത്തുകളുണ്ട്. ആ കാര്യങ്ങൾ ദിക്റുകൾ എല്ലാം ചൊല്ലിയതിന് ശേഷം നമ്മൾ വാഹനത്തിൽ കയറി, വലതുകാല വെച്ച് വാഹനത്തിൽ കയറി, അതിന് ശേഷം നമ്മൾ പിന്നെ എയർപോർട്ട് എത്തുന്നത് വരെ നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. നമ്മൾക്ക് അങ്ങനെ ഒരു അസുഖമുണ്ട്, നമ്മൾക്ക് ഏടെ വെച്ചാണെങ്കിൽ നമുക്ക് നമ്മുടെ ആ പഴയ സ്വഭാവം വരും. ഖബർ ഒഴിക്കുന്ന ആളുകൾ വരെ അവരുടെ തമാശകളും മറ്റുമൊക്കെ പറയുന്നത് നമ്മൾ കാണുമ്പം വലിയൊരു വിഷമമാണ്. ഏതായാലും നല്ലൊരു കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ആ സമയം അത് നല്ല രൂപത്തിൽ നല്ല വാക്കുകൾ മാത്രം പറയാൻ നമ്മൾ ശ്രമിക്കുക. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തിയതിന് ശേഷം എല്ലാ ആളുകളോടും യാത്ര പറഞ്ഞ് നമ്മുടെ ബോഡി പാസ്സെല്ലാം നമ്മുടെ രേഖകളെല്ലാം കൊടുത്തു. അങ്ങനെ നമുക്ക് ബോഡി പാസ് കിട്ടി. ബോഡി പാസ് കിട്ടിക്കഴിഞ്ഞാലാണ് നമ്മൾ ഇഹ്റാം ചെയ്യേണ്ടത്. പൊതുവേ നമ്മുടെ നാട്ടിൽ ചില ആളുകളെല്ലാം വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന സമയത്ത് ഇഹ്റാം ചെയ്യുന്നതും അതിൻ്റെ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് തന്നെ ഇറങ്ങുന്നതൊക്കെ കാണാം. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഉള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ ബോഡി പാസ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ യാത്ര ഉറപ്പായിട്ടുള്ളൂ. അതിൻ്റെ മുമ്പ് ചിലപ്പോൾ എന്തെങ്കിലും രേഖകളിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളെ യാത്ര ചിലപ്പോൾ മുടങ്ങിപ്പോയാൽ നമ്മൾ ആദ്യം തന്നെ ഇഹ്റാം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പ്രയാസങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ബോഡി പാസ് കിട്ടിയതിന് ശേഷമാണ് നമ്മൾ ഇഹ്റാമിനെ പറ്റി പിന്നെ ആലോചിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഇഹ്റാമിൻ്റെ കുളി ഏതായാലും നമ്മൾ അവിടെ നിന്ന് കുളിക്കാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കുളിച്ചു. പിന്നെ നമുക്ക് അവിടെ എയർപോർട്ടിലെല്ലാം ഇതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ എത്തിയതിന് ശേഷം നമ്മൾ ഇഹ്റാം ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ഇഹ്റാം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്കാരത്തിന് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്നത് പോലെ, അല്ലാഹു അക്ബർ എന്ന തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്നത് പോലെ ഹജ്ജിനും ഉംറയ്ക്കും വേണ്ടി ഇഹ്റാം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് നിയ്യത്ത് ചെയ്യുക എന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ പല കാര്യങ്ങളും ഹറാമാകും. അതുകൊണ്ടാണ് ഇഹ്റാം എന്ന വാക്ക് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പോൾ ഇഹ്റാം ചെയ്യാൻ വേണ്ടി നമ്മളതിൻ്റെ മുമ്പ് ഇഹ്റാമിൻ്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. അപ്പോൾ എയർപോർട്ടിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇഹ്റാമിൻ്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിർവഹിക്കുന്നു. അങ്ങനെ ഇഹ്റാമിൻ്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിർവഹിച്ച് ശേഷം അള്ളാഹുവിനോട് ദുആ ചെയ്ത് അങ്ങനെ നമ്മൾ എന്താക്കുന്നു, ഡ്രസ്സെല്ലാം മാറ്റുന്നു. നമ്മൾ പുരുഷന്മാർക്ക് പ്രത്യേകമായി ഒരു ഉടുതുണിയും ഒരു മേൽമുണ്ടും മാത്രമേ എന്താക്കാൻ പാടുള്ളൂ, പിന്നെ ധരിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇഹ്റാമിൻ്റെ വസ്ത്രങ്ങളെല്ലാം ധരിച്ച്, പിന്നെ സ്ത്രീകൾ പിന്നെ മുൻകൈ മറക്കാൻ പാടില്ല, അതേപോലെ മുഖം മറക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പം പിന്നെ നമ്മൾ ഒന്നുകിൽ അവിടുന്ന് തന്നെ നമുക്ക് ഇഹ്റാം ചെയ്യാം, അല്ലെങ്കിൽ ഇഹ്റാം നമ്മൾ പല ഭാഗത്ത് നിന്ന് വരുന്ന ആളുകൾക്ക് പല റൂട്ടിലാണ്. നമ്മൾക്ക് ഇന്ത്യയിൽ നിന്ന് പോകുന്ന ആളുകൾക്ക് യലംലം എന്ന് പറയുന്ന സ്ഥലത്ത് എത്തുന്ന സമയത്താണ് നമ്മൾ ഇഹ്റാം ചെയ്യേണ്ടത്. അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. അതിൻ്റെ മുമ്പ് നമ്മൾ ഇഹ്റാം ചെയ്യണം. നമ്മൾ ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന് തന്നെ ഇഹ്റാം ചെയ്യാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫ്ലൈറ്റിലാകുന്ന സമയത്ത് യലംലം എന്ന് എത്തുന്ന സമയത്ത് ആ ഭാഗത്തേക്കുള്ള ഫ്ലൈറ്റ് അവിടെ എത്തുമ്പോൾ പ്രത്യേകമായി അതിൻ്റെ ഒരു അനൗൺസൊക്കെ ഉണ്ടാകും. എങ്കിൽ പോലും ചിലപ്പോൾ നമ്മൾ ഉറക്കത്തിലോ മറ്റേത് അശ്രദ്ധയിലോ അറബിയിലോ ഇംഗ്ലീഷിലോ പറയുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് മനസ്സിലാകാത്ത സാഹചര്യം ഉണ്ടാകുകയോ അങ്ങനെയൊക്കെ അബദ്ധങ്ങൾ സംഭവിച്ചു പോകുന്നത് കൊണ്ടാണ് നേരത്തെ തന്നെ നമ്മൾ ഇഹ്റാം ചെയ്യുന്നത്. അങ്ങനെ ഇഹ്റാം ചെയ്യാൻ വേണ്ടി നമ്മളെന്താക്കി, സുന്നത്ത് നിസ്കാരം നിർവഹിച്ചു. നമ്മളെ ഡ്രസ്സെല്ലാം അതിനനുസരിച്ച് നമ്മൾ മറ്റേ ഡ്രസ്സെല്ലാം ഒഴിവാക്കി. ഇഹ്റാമിൻ്റെ റക്അത്ത് നിസ്കരിക്കുമ്പോൾ തലമറക്കാം ആണുങ്ങൾക്ക്. എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് നമ്മൾ ഇഹ്റാം ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അതിന് ശേഷം ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഉടുമുണ്ടും അതേപോലെ ഒരു മേൽമുണ്ടും മാത്രമാണ് പുരുഷൻ ധരിക്കുന്നത്. അങ്ങനെ അവരെന്താക്കുകയാണ്, ഇഹ്റാം ചെയ്യുകയാണ്. ഇഹ്റാം ചെയ്യുക എന്ന് പറഞ്ഞാൽ
അവൻ ഉംറക്ക് വേണ്ടി നിയ്യത്ത് വെക്കണം. എന്താണ് നിയ്യത്ത് വെക്കേണ്ടത്? നബൈത്തുൽ ഉംറത്ത വഅഹറംതു ബിഹാലില്ലാഹി തആല, അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ ഉംറയും അതേപോലെ ഉംറക്ക് വേണ്ടി എഹ്റാമിനെയും ഞാൻ കരുതി എന്ന് മനസ്സിൽ നിയ്യത്ത് വെക്കുക. അതാണ് ഉംറക്ക് വേണ്ടി ഇഹ്റാം ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താക്കണം? നമ്മൾ തൽബിയത്ത് ചെല്ലണം. തൽബിയത്ത് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക്ക് ലാ ശരീക ലക ലബ്ബൈക്ക്. ഈ തൽബിയത്ത് അത് ഇഹ്റാം ചെയ്ത ഉടനെ പറയുമ്പോൾ ലബ്ബൈക്ക് അല്ലാഹുമ്മ ബി ഉംറത്തിൻ ലബ്ബൈക്ക് ലബ്ബൈക്ക് ലാ ശരീക ലക ലബ്ബൈക്ക്, ആ ഉംറ കൂടെ ചേർത്തി പറഞ്ഞിട്ട് അങ്ങനെ 3 തവണ നമ്മൾ തൽബിയത്ത് ചെല്ലുക. അതിന് ശേഷം ഏതെങ്കിലും ഒരു സ്വലാത്ത്, ഏറ്റവും പ്രധാനപ്പെട്ടത് ഇബ്രാഹിമിയ സ്വലാത്ത് തന്നെയാണ്. നമ്മൾ നിസ്കാരത്തിൽ ചെല്ലുന്ന അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ അലാ അലി ഇബ്രാഹിമ എന്ന് തുടങ്ങുന്ന ആ സ്വലാത്ത് നമ്മൾ ചൊല്ലുക. അതിന് ശേഷം നമ്മൾ ദുആ ചെയ്യാനുള്ളതൊക്കെ ദുആ ചെയ്യുക. പ്രധാനമായിട്ടും പിന്നെ സ്വർഗത്തെ ചോദിക്കുക, നരകത്തിന് തൊട്ട് കാവലിനെ തേടുക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന വഅഊദു ബിക മിൻ സഖ്തിക വന്നാർ എന്നുള്ള ദുആകളൊക്കെ കൊണ്ടുവരിക. നമുക്ക് അറിയുന്ന ദുആകളെല്ലാം നമ്മളവിടെ ചെയ്യുകയും ചൊല്ലുകയും ചെയ്യുക. അറിയാത്ത ആളുകൾ നമുക്ക് പരിചയത്തിലുള്ള മറ്റു ദുആകൾ മലയാളത്തിലും മറ്റുമൊക്കെ ആയിട്ട് നമുക്ക് എന്താക്കാം? ദുആ ചെയ്യാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ആണുങ്ങൾക്ക് ഒരു മുടുമുണ്ടും അതേപോലെ മേൽമുണ്ടുമാണ് അവർക്ക് ധരിക്കാൻ പറ്റിയ വസ്ത്രങ്ങൾ. അതേപോലെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവർക്ക് അവരുടെ മുഖവും അവരുടെ മുൻകൈയും എന്താക്കാൻ പാടില്ല, മറക്കാൻ പാടില്ല. പുരുഷൻ അവരെ തലമറക്കാൻ പാടില്ല. അവർ ചുറ്റിത്തുന്നിയ വസ്ത്രങ്ങൾ എന്താക്കാൻ പാടില്ല, ധരിക്കാൻ പാടില്ല. അവർക്ക് ബെൽറ്റൊക്കെ ഇടാം, പക്ഷേ എന്താക്കാൻ പാടില്ല, വസ്ത്രങ്ങൾ ആ രൂപത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ അവർക്ക് പാടില്ല. അപ്പോൾ അങ്ങനെ പിന്നെ ഇപ്പോൾ പുരുഷന് പ്രത്യേകമായി ഹറാമുള്ളതും സ്ത്രീകൾക്ക് പ്രത്യേകമായി ഹറാമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. എന്നാൽ ഇവർക്ക് 2 പേർക്കും ഹറാമായ വിഷയങ്ങളാണ് പിന്നെ സുഗന്ധം ഉപയോഗിക്കുക, അതേപോലെ താടിയിലും തലയിലൊക്കെ എണ്ണ ഉപയോഗിക്കുക, വേട്ടയാടുക, നഖം മുറിക്കുക, മുടി മുറിക്കുക, അതേപോലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഇണചേരുക, അതേപോലെ വികാരത്തോടുകൂടെ ചുംബിക്കുക, ആലിംഗനം ചെയ്യുക, ഇങ്ങനത്തെ വിഷയങ്ങളൊന്നും പാടില്ല. ഇത് സ്ത്രീകൾക്കും പുരുഷനും എല്ലാം ഹറാമായ വിഷയമാണ്. അതൊന്നും ചെയ്യാൻ പാടില്ല. ഇനി നമ്മൾ പിന്നെ ഫ്ലൈറ്റിലേക്ക് കയറി നമ്മൾ തൽബിയത്ത് അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്ക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക് എന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലൈറ്റിൽ കയറി ആ സമയത്ത് നേരത്തെ ഞാൻ ഓർമ്മപ്പെടുത്തിയതുപോലെ തൽബിയത്ത് ചെല്ലുക, അദ്കാറുകൾ ചൊല്ലുക, മറ്റു കാര്യങ്ങളെല്ലാം അങ്ങനെ ചൊല്ലി അങ്ങനെ നമ്മൾ ആ സമയത്ത് ശ്രദ്ധിക്കേണ്ട 2-3 വിഷയങ്ങളുണ്ട്. ഫ്ലൈറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ: ഒന്ന്, ഫ്ലൈറ്റിൽ സുഗന്ധമുള്ള ടിഷ്യൂ ചിലപ്പം കൊണ്ടുത്തരും. ആ സമയത്ത് അതെന്താക്കരുത്, അതുകൊണ്ട് അത് ഉപയോഗിക്കാൻ പാടില്ല. അതേപോലെ തണുപ്പ് AC ഇതുവരെ AC ഉപയോഗിച്ച് പരിചയമില്ലാത്ത ചിലപ്പോൾ ആളുകൾ ആ സമയത്ത് AC പിന്നെ തണുപ്പ് കൂടുതലായിരിക്കുന്ന ഒരു സമയത്ത് ആ സമയം ചിലപ്പോൾ പിന്നെ ഉള്ള അവിടെ നിന്ന് കിട്ടുന്ന പുതപ്പുകൊണ്ട് ചിലപ്പോൾ തലമറക്കുന്ന ആണുങ്ങൾ അങ്ങനെ തലമറക്കാനോ, അല്ലെങ്കിൽ സ്ത്രീകൾ അവരുടെ മുഖവും മറയുന്ന രൂപത്തിൽ അതുകൊണ്ട് ചെയ്യാനോ ഒന്നും പാടില്ല. അങ്ങനെ നമ്മൾ യാത്രകൾ സുരക്ഷിതമായി നമ്മൾ ജിദ്ദയിലെത്തുകയാണ്. ആ ജിദ്ദയിലേക്ക് എത്തുന്ന സമയത്ത് പിന്നെ മക്കയിലേക്ക് എത്തുന്ന സമയവും അതേപോലെ ഹറമിലേക്ക് എത്തുന്ന സമയവും ഈ സമയത്തെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളുണ്ട്. ആ സമയത്തെല്ലാം പ്രത്യേകമായ ദിക്റുകൾ ചൊല്ലേണ്ടതുണ്ട്. ആ സമയം നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു ഉംറയെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന നല്ല ഒരു കൈപ്പുസ്തകം നമ്മുടെ കയ്യിലുണ്ടാകണം. അത് ഏറ്റവും നല്ല കൈപ്പുസ്തകം ഏതാണ് എന്ന് നമ്മൾ അത് പരിചയമുള്ള ആളുകളോട് സംസാരിച്ച് അതിലേറ്റവും നല്ല കൈപ്പുസ്തകം നമ്മൾ നേരത്തെ തന്നെ വാങ്ങി നമ്മുടെ കയ്യിൽ വെക്കണം. എന്നാൽ നമുക്ക് അതിനനുസരിച്ച് നമ്മൾക്ക് ഓരോ സ്ഥലങ്ങളെത്തുമ്പോഴും ചെയ്യേണ്ട കർമ്മങ്ങളിലെല്ലാം അത് നല്ല ഉപകാരപ്പെടും. ഏതായാലും അങ്ങനെ നമ്മൾക്ക് ഹറമിലേക്ക് എത്തുന്ന സമയത്തും അതേപോലെ മക്കയിലേക്ക് എത്തുന്ന സമയത്തുമെല്ലാം ചെല്ലേണ്ട പ്രധാനപ്പെട്ട അദ്കാറുകളുണ്ട്. അതെല്ലാം ചൊല്ലി അങ്ങനെ നമ്മൾ ജിദ്ദ എയർപോർട്ടിൽ നമ്മളെത്തി, ബസ്സിൽ അങ്ങനെ റൂമിലെത്തി കുറച്ച് വിശ്രമിച്ചതിന് ശേഷം നമ്മൾ ആദ്യമായി കഅബയെ കാണാൻ വേണ്ടി പോവുകയാണ്. ആ സമയത്ത് വലിയ ആഗ്രഹത്തോടുകൂടെയാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു അഭിലാഷമാണ്, അത് പൂർത്തിയാകാൻ വേണ്ടി പോവുകയാണ്. ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട
പ്രധാനപ്പെട്ട ഒരു വിഷയം, നമ്മൾ വുളുവോടുകൂടെ റൂമിൽ നിന്ന് തന്നെ ഇറങ്ങാൻ ശ്രമിക്കണം. വുളുവോടുകൂടെ ഇറങ്ങാൻ ശ്രമിക്കണം. കാരണം പിന്നെ അവിടെ എത്തിയിട്ട് പിന്നെ വുളു എടുക്കാൻ വേണ്ടി പിന്നെ ഒരു നട്ടോട്ടോട് ആദ്യം തന്നെ കഅബയെ കാണേണ്ട ആ ഒരു നേരെ ഫസ്റ്റ് സൈറ്റ് കഅബയെ കാണേണ്ട ആഗ്രഹത്തിൽ നമ്മൾ പോകും. പിന്നെ നമ്മളൊരു മൂത്രയ്ക്കാനും ഇതൊക്കെയുള്ള പോകുന്ന ഒരു രൂപം ഉണ്ടാകാൻ പാടില്ല. നമ്മൾ റൂമിൽ നിന്ന് തന്നെ വുളു എല്ലാം എടുത്തു. പിന്നെ ഒരു കവറ് നമ്മളെ കയ്യിലുണ്ട്. ആ കവറിൽ പിന്നെ എന്തിനുള്ളതാണ്? ആ കവറ് നമ്മളുടെ ചെരുപ്പ് സൂക്ഷിക്കാനുള്ളതാണ്. ചെരുപ്പ് നമ്മൾ വീട്ടിൽ നിന്ന് നമ്മൾ സൂക്ഷിച്ചതുപോലെ അവിടെ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകൾക്കിടയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ വെച്ച സ്ഥലം ഓർമ്മ ഉണ്ടാകില്ല. അപ്പോൾ അതെല്ലാം സൂക്ഷിക്കാൻ വേണ്ടി നമ്മുടെ കയ്യിലൊരു കവർ വെച്ചു. ചെറിയൊരു ബാഗ് നമ്മുടെ കയ്യിലുണ്ട്. ആ ബാഗിൽ എന്തെല്ലാം ഉണ്ട്? നമ്മൾക്ക് നമ്മുടെ ഒരു ഐഡൻറ്റി കാർഡുണ്ട്. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കൈപ്പുസ്തകമുണ്ട് ഉംറയെ സംബന്ധിച്ച്. അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ആവശ്യം വരും. ആ സമയത്ത് എന്താക്കുന്നു? നമ്മൾ അതെടുത്ത് ചെല്ലുന്നു. അപ്പോൾ അത് നമ്മൾ തിരിച്ചറിയുന്ന പ്രധാനപ്പെട്ട ഒരു രേഖ. ഇതെല്ലാം നമ്മളെ കയ്യിലുണ്ടാകണം. പരമാവധി മൊബൈൽ കൊണ്ടുപോകാതിരിക്കലാണ് ഏറ്റവും ഹൈർ. ഏതായാലും നമ്മൾ മസ്ജിദുൽ ഹറാമിലേക്ക് എത്തുന്നു. മസ്ജിദുൽ ഹറാമിലേക്ക് എത്തുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരണം, ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പള്ളിയിലേക്കാണ് ഞാൻ എത്തിയിട്ടുള്ളത്. വെറും ഒരു ബിൽഡിങ്ങിലല്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പള്ളിയിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന വലിയൊരു ബോധം ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഉണ്ടാകണം. അപ്പോൾ അതിൻ്റെ പവിത്രതയോടുകൂടെ തന്നെ ആ പള്ളിയിൽ പ്രവേശിച്ച് കുറേ ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ മുമ്പിലിങ്ങനെ കാണാം ആ കഅബയുടെ ആ കറുത്ത തില്ല നമുക്കിങ്ങനെ കാണാൻ കഴിയും. അത് ദൂരത്തു നിന്ന് തന്നെ കാണുമ്പോൾ സുബ്ഹാനല്ലാഹ്, അതിൻ്റെ അടുത്തെത്തി പൂർണ്ണമായി അത് കാണുന്ന രൂപത്തിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ കൽബ് പൊട്ടിപ്പോകണം മുഅ്മിനീങ്ങളെ. നമ്മളെ കൽബ് ആ സമയത്ത് ആ കഅബയെ ആദ്യമായി കാണുന്ന സമയം, ഞാൻ ഇത്രയും കാലം ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിച്ച എൻ്റെ കഅബയാണ് എൻ്റെ നേരെ മുമ്പിലുള്ളത് എന്ന വലിയ സന്തോഷത്തോടുകൂടെ നമ്മൾ ആ കഅബയിലേക്ക് പ്രവേശിക്കുകയാണ്. ആ കഅബയിൽ പ്രവേശിക്കുന്ന സമയം നമ്മളെ കഅബ നോക്കി നിൽക്കൽ തന്നെ വലിയ ഇബാദത്താണ്. അതേപോലെ ആ സമയത്ത് നമ്മൾ എല്ലാം ദുആ ചെയ്യണം. കാരണം ആ ദുആക്ക് ഉത്തരമുണ്ട്. കഅബയെ ഫസ്റ്റ് സൈറ്റിൽ കാണുന്ന സമയത്തുള്ള ദുആ അതിന് ഇജാബത്തുള്ളതാണ്, ഉത്തരം കിട്ടുന്നതാണ്. അതുകൊണ്ട് നമ്മളെന്താക്കണം? ആ സമയത്ത് നമ്മൾ ദുആ ചെയ്യാനുള്ള എല്ലാം ദുആർക്കണം. പ്രത്യേകം മഹാന്മാർ പറഞ്ഞ കാണാം, എൻ്റെ എല്ലാ ദുആകളും സ്വീകരിക്കപ്പെടാൻ വേണ്ടി ആ സമയത്ത് ദുആരുന്നാൽ മതി. അതേപോലെ എൻ്റെ എല്ലാ അഅ്മാലുകളും സ്വീകരിക്കാൻ വേണ്ടി, സൽക്കർമ്മങ്ങളും സ്വീകരിക്കാൻ വേണ്ടി ആ സമയത്ത് ദുആർക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള എല്ലാം സ്വീകരിക്കപ്പെടാൻ ഈ ദുആ കാരണമാകുമല്ലോ. ഏതായാലും അങ്ങനെ ദുആർന്ന് ആ സമയത്ത് മൊബൈൽ നമ്മൾ എടുത്തു പോകരുത്. നമ്മൾക്ക് ചിലപ്പം ഫോട്ടോ എടുക്കാനെല്ലാം ആഗ്രഹം ഉണ്ടാകും. അത് വേണമെങ്കിൽ പിന്നീട് നമുക്ക് ചെയ്യാം എന്നല്ലാണ്ട് നമ്മളൊക്കെ ആദ്യത്തെ നമ്മൾ ചെറുപ്പക്കാരായ ആളുകൾ പ്രത്യേകിച്ചും അങ്ങ് നടന്നു പോകുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ കഅബയെ കാണുന്ന സമയത്ത് അറിയാതെ നമ്മളിൽ നിന്ന് ഈ മൊബൈൽ ഉയർന്നു പോരുന്ന ഒരു രൂപം ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകരുത്. മൊബൈൽ നമ്മൾ പരമാവധി ഫസ്റ്റ് ഉംറക്കെല്ലാം പോകുന്ന സമയത്ത് കൊണ്ടുപോകാതെ തന്നെ പരമാവധി പോകാൻ ശ്രമിക്കുക. ഏതായാലും അങ്ങനെ നമ്മൾ ഇനി നമ്മുടെ ഉംറയുടെ വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഫർളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ത്വവാഫ് എന്നതാണ്. അങ്ങനെ മത്വാഫിലേക്ക് ത്വവാഫ് ചെയ്യുന്ന സ്ഥലത്തേക്ക് നമ്മൾ അതിൻ്റെ നേരെ ഉള്ള വെള്ള മാർബിളിലേക്ക് നമ്മളിങ്ങനെ കയറി. അൽഹംദുലില്ലാഹ്. അങ്ങനെ നമ്മൾ കയറി നേരെ നമ്മൾ ഹജറുൽ അസ്വദിൻ്റെ അടുത്ത് ചിലപ്പം പോകാൻ കഴിഞ്ഞില്ലെങ്കിലും അതിൻ്റെ അവിടെ ഒരു ലൈന് നേരെ വരച്ചത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ആ ലൈനിൽ നമ്മൾ അവിടെ എത്തിയതിന് ശേഷം കഅബയിലേക്ക് നോക്കി ഹജറുൽ അസ്വദിനെ നോക്കി നമ്മളെന്താകുക? കൈ ഉയർത്തി ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ ചുംബിച്ച് നമ്മളെന്താക്കുക? നേരെ തിരിഞ്ഞു നിൽക്കുക എന്ന് പറഞ്ഞാൽ കഅബ നമ്മുടെ ഇടതുഭാഗത്ത് വരുന്ന രൂപത്തിൽ നമ്മൾ നിൽക്കുക. ആ ലൈനിൻ്റെ നേരെ ഇപ്പുറത്തായിട്ട് അതിൻ്റെ അപ്പുറത്തല്ല, ലൈനിൻ്റെ തൊട്ട് ഇപ്പുറത്തായിട്ട് നിൽക്കുക. എന്നിട്ട് എന്താക്കുക? നമ്മുടെ ത്വവാഫ് ആരംഭിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ നേരത്തെ ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാം ചെയ്തതാണ്. ഒരു പ്രത്യേകമായിട്ട് അവിടെ ത്വവാഫിന് നിയ്യത്ത് ചെയ്യൽ നിർബന്ധമൊന്നുമില്ല. എങ്കിൽ പോലും നമ്മൾ ആ സമയത്ത് നിയ്യത്ത് വെക്കണം. നവൈതു ത്വവാഫൽ ഉംറത്തി സബഅത അശ്വാത്തിൻ ലില്ലാഹി തആല. അതിന് മലയാളം, ഞാൻ അല്ലാഹു തആലാക്ക് വേണ്ടി എൻ്റെ ഉംറയുടെ
തവാഫ് 7 തവണ ഈ കഅബാലയം ചുറ്റാൻ ഞാൻ നിയത്താക്കി എന്ന നിയത്തോടുകൂടെ നമ്മൾ ചുറ്റൽ ആരംഭിക്കുക. അങ്ങനെ നമ്മൾ ആരംഭിച്ച ആ ലൈനിൽ നിന്ന് റൗണ്ട് പൂർത്തിയാക്കി വീണ്ടും നമ്മൾ ആ ലൈനിലെത്തിക്കഴിഞ്ഞാൽ ഒരു തവാഫ് പൂർത്തിയായി. ആ സമയത്ത് എത്തുന്ന അങ്ങനെ അങ്ങനെ 7 തവണ തവാഫ് പൂർത്തിയാക്കുക. അങ്ങനെ ആ സമയം 7 തവണ അത് ചുറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ തവാഫ് പൂർത്തിയായി. ഇനി നമുക്ക് തവാഫ് പൂർത്തിയായതിന് ശേഷം ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട 2-3 വിഷയങ്ങളുണ്ട് തവാഫിൻ്റെ ഇടയിൽ. ഒന്ന്, പുരുഷന്മാരായ ആളുകൾ പൂനൂൽ വസ്ത്രം ധരിക്കൽ സുന്നത്താണ്. അങ്ങനെ പറഞ്ഞാൽ പൂനൂൽ വസ്ത്രം എന്ന് വെച്ചാൽ ആ രൂപം, പൂനൂൽ വസ്ത്രത്തിൻ്റെ രൂപം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ വലതു കൈയിൻ്റെ താഴ്ഭാഗത്ത് നമ്മുടെ മേൽമുണ്ടിൻ്റെ നടുഭാഗം വരുന്ന രൂപത്തിലും, അതേപോലെ 2 അറ്റങ്ങൾ ഇടത് കൈയിൻ്റെ മുകൾ ഭാഗത്ത് ഈ ഭാഗത്ത് തോളിൽ വരുന്ന രൂപത്തിൽ ഇങ്ങനെ ഇട്ടിട്ടാണ് നമ്മൾ ആ പൂനൂൽ വസ്ത്രം ധരിക്കേണ്ടത്. അങ്ങനെ സുന്നത്താണ്. അതേപോലെ പുരുഷന്മാർക്ക് ആദ്യത്തെ 3 തവാഫിൻ്റെ റൗണ്ട് അത് കുറച്ച് സ്പീഡിൽ നടക്കൽ പ്രത്യേകം സുന്നത്താണ്. അങ്ങനെ ആ സമയത്ത് നമ്മൾ തവാഫിൽ ശ്രദ്ധിക്കേണ്ട 2-3 വിഷയങ്ങൾ. നമ്മുടെ കഅബയിലേക്ക് നമ്മുടെ ഇടതുഭാഗമാണ് ആകേണ്ടത്. അത് നമ്മുടെ നെഞ്ച് കഅബയിലേക്ക് വരുന്ന ഒരു രൂപം ഉണ്ടാകരുത്. അങ്ങനെ രൂപം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഒന്നുകൂടെ പിന്നോട്ട് വന്ന് അങ്ങനെ തന്നെ നമ്മൾ തിരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് വേറെ ആരെങ്കിലും പിന്നിൽ വന്ന് മുമ്പോട്ട് തള്ളുകയോ അല്ലെങ്കിൽ മുമ്പോട്ട് സ്റ്റെപ്പ് വെക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റെപ്പ് പിന്നോട്ട് വന്ന് കഅബ ഇടതുഭാഗത്താകുന്ന രൂപത്തിൽ തന്നെ പിന്നെയും അത് പൂർത്തിയാക്കിയാണ് ആ റൗണ്ട് തവാഫ് പൂർത്തിയാക്കേണ്ടത്. അല്ലാതെ നെഞ്ച് കഅബയിലേക്ക് തിരിയുന്ന രൂപത്തിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ തവാഫ് ശരിയാവുകയില്ല. അതേപോലെ കഅബയുടെ അടുത്ത് നമുക്ക് സ്ഥലം കിട്ടി, ചുറ്റാൻ സൗകര്യത്തിന് നമുക്കങ്ങനെ കിട്ടി, എന്നാലും നമ്മൾ കഅബയെ ഇങ്ങനെ കൈ ചില ആളുകൾ കൈ പിടിച്ച് ഇങ്ങനെ നടക്കുന്നതാണ്. അങ്ങനെ പിടിച്ച് നടക്കാൻ പാടില്ല. മറിച്ച് ഒന്ന് കഅബയിൽ നിന്ന് വിട്ട് നടക്കണം. കാരണം കഅബയുടെ ചെറിയൊരു താഴ്ഭാഗത്ത് ഒരു ചെറിയൊരു തറ പോലെ നമുക്ക് കാണാൻ കഴിയും. അത് കഅബയിൽപ്പെട്ടതാണ്. അതേപോലെ ഹിജ്റ ഇസ്മായിൽ എന്ന് പറഞ്ഞ ഒരു യു ഷേപ്പുള്ള നമ്മൾ ഫോട്ടോത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും, നമുക്ക് അവിടെ പോയാൽ കാണാം. അതും കഅബയുടെ ഉള്ളിൽപ്പെട്ടതാണ്. അതിൻ്റെയൊക്കെ പുറത്തുകൂടെയാണ് തവാഫ് ചെയ്യേണ്ടത്. അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ നമ്മൾ ഈ പറഞ്ഞ വിഷയങ്ങളെല്ലാം ശ്രദ്ധിക്കണം. അവിടെ വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളുണ്ട്. ഇവിടെ കഅബയുടെ വാതിൽ പ്രധാനപ്പെട്ടതാണ്. അതേപോലെ മഖാം ഇബ്രാഹിം പ്രധാനപ്പെട്ടതാണ്. ഹിജ്ർ ഇസ്മായിൽ പ്രധാനപ്പെട്ടതാണ്. മുൽത്തസമുണ്ട്, മീസാബുണ്ട്, അങ്ങനെ പല സ്ഥലങ്ങളുണ്ട്. പക്ഷേ അവിടെ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തവാഫിന് ഭംഗം വരും. അതേതായാലും അത് കഴിഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാഹ് നമുക്കതിനെപ്പറ്റി പറയാം. അങ്ങനെ നമ്മൾ ആ സമയത്ത് തിരക്കുള്ള സമയം ഉണ്ടാവും. ഏതായാലും തിരക്ക് നമ്മളായിട്ട് തിരക്കുണ്ടാക്കരുത്. അതേപോലെ തിരക്ക് ഉള്ളിടത്തേക്ക് നമ്മൾ പോയിട്ട് പെടുകയും വേണ്ട. നമ്മൾ ലാ ലൊററ വലാ ലിറാറ, അതാണ് ഇസ്ലാമിൻ്റെ തത്വം. നമ്മൾ സ്വന്തം പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. വേറെ ആളെ പ്രശ്നത്തിന് നമ്മൾ പോയി ഇടപെടുകയും വേണ്ട. നമ്മളെ കൊണ്ട് വേറൊരു പ്രശ്നം ഉണ്ടാകുകയും ചെയ്യരുത്. അതാണ് നമ്മുടെ തത്വം ഉണ്ടാകേണ്ടത്. ഇങ്ങനെ തിരക്ക് കൂട്ടുമ്പോൾ നമ്മുടെ വുളു എല്ലാം മുറിഞ്ഞു പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പം വുളു മുറിഞ്ഞാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം. സ്ത്രീകളെ തൊട്ടാൽ വുളു മുറിയില്ല എന്ന മദ്ഹബുകളിലേക്ക് തഖ്ലീദ് ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനെ തഖ്ലീദ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ശ്രദ്ധിക്കലാണ്. ഇനി അങ്ങനെ തഖ്ലീദ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വുളു എടുത്ത് കഴിഞ്ഞതിന് ശേഷമല്ല ശ്രദ്ധിക്കേണ്ടത്, അതിൻ്റെ മുമ്പ് തന്നെ തഖ്ലീദ് ചെയ്യണം. അപ്പോൾ അതിനനുസരിച്ച് അവരുടെ മദ്ഹബ് അനുസരിച്ച് നമ്മൾ വുളുവും മറ്റു കാര്യങ്ങളെല്ലാം, അപ്പോൾ അവർക്ക് വുളു മുറിയുന്ന കാര്യങ്ങളുണ്ടായാൽ വുളു മുറിയുന്ന സാഹചര്യം ഉണ്ടാവും. അതെല്ലാം അതിൻ്റെതായ രൂപത്തിൽ ഉസ്താദുമാരോടെല്ലാം സംസാരിച്ച് അത് ക്ലിയർ ചെയ്യണം. ഏതായാലും അങ്ങനെ നമ്മൾ തവാഫ് നമ്മൾ 7 തവണ പൂർത്തിയാക്കിയതിന് ശേഷം നമ്മൾ തവാഫിൻ്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. തവാഫിൻ്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അത് നിർവഹിക്കണം. അത് മഖാം ഇബ്രാഹിമിൻ്റെ നേരെ പിന്നിലാണ്. മഖാം ഇബ്രാഹിം എന്ന് നമുക്കിപ്പം പറഞ്ഞാൽ മനസ്സിലായിട്ടില്ലെങ്കിലും അവിടെ എത്തിയാൽ നമുക്ക് മനസ്സിലാകും. ഒരുപാട് ആളുകൾ നിസ്കരിക്കുന്നതൊക്കെ അവിടെ നിന്ന് കാണാൻ കഴിയും. അപ്പോൾ അവിടെ നിന്ന് നിസ്കരിച്ച് അതിന് ശേഷം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവിനോട് ദ്വാരക്കാനുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായിട്ട് ഉള്ള ഉംറയാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത രണ്ടാമതൊരു ഉംറ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെതായ ഒരു ആത്മാർത്ഥത കിട്ടണമെന്നില്ല. അപ്പോൾ ഇതിൽ നമുക്ക് നല്ല ആത്മാർത്ഥത ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ
പരമാവധി അള്ളാഹുവിനോട് ദുആ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ആ സമയത്ത് ദ്വാരക്കുക. എന്നിട്ട് നമ്മളോട് ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടാകും, അവർക്കെല്ലാം വേണ്ടി ദ്വാരക്കുക. അങ്ങനെ സംസം വെള്ളം നമുക്ക് കുടിക്കണം, പ്രത്യേകം ചെയ്യേണ്ടതാണ്. അത് ഇരുന്നു കൊണ്ട് തന്നെയാണ് കുടിക്കേണ്ടത്. റസൂലുള്ളാഹി തങ്ങൾ നിന്നുകൊണ്ട് കുടിച്ചത് നമുക്ക് കാണാൻ കഴിയും. അത് അങ്ങനെ അത് അനുവദനീയമാണ് എന്ന് പിന്നെ തങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. അല്ലാതെ സംസം വെള്ളവും ഇരുന്ന് തന്നെയാണ് എന്താക്കേണ്ടത്, കുടിക്കേണ്ടത്. അങ്ങനെ വയറ് നിറയെ എന്ന് പറഞ്ഞതിൻ്റെ തൊട്ട് നമ്മളെന്താക്കുക, സംസം വെള്ളം പരമാവധി കുടിക്കുക. അത് കഴിഞ്ഞാൽ നമ്മളെന്ത് പൂർത്തിയായി? രണ്ടാമത്തെ ഫർളായ തവാഫ് പൂർത്തിയായി. ഇനി മൂന്നാമത് നമ്മൾ നിർബന്ധമായി ചെയ്യേണ്ടതാണ് സഈ എന്ന് പറയുന്നത്. സഫ മറവക്കിടയിൽ സഈ ചെയ്യുക എന്നാണ്. ആ സഈ ചെയ്യേണ്ടത് നമ്മൾ ആദ്യം പോകേണ്ടത് സഫയിലേക്കാണ്. അവിടെ പ്രത്യേകം ആരോ മാർക്കിട്ടിട്ട് എഴുതിയിട്ടുണ്ടാവും, സഫയിലേക്ക് പോകുന്ന റൂട്ടെല്ലാം പ്രത്യേകം കണ്ടിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഈ ഗ്രൂപ്പുകളിലെല്ലാം പോകുമ്പോൾ പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ തെറ്റിപ്പോകുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ സൊഫയിലേക്ക് നമ്മൾ പോയി. സൊഫയിലെത്തിയതിന് ശേഷം സൊഫയിൽ നിന്ന് മറുവയിലേക്ക്, മറുവയിൽ നിന്ന് സൊഫയിലേക്ക്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ടൊന്നല്ല. സൊഫയിൽ നിന്ന് മറുവയിലേക്ക് പോയാൽ ഒന്നായി, മറുവയിൽ നിന്ന് സൊഫയിലേക്ക് പോയെന്നാൽ രണ്ടായി. അങ്ങനെ മറുവയിൽ നിന്ന് സൊഫയിലേക്ക്, സൊഫയിൽ നിന്ന് മറുവയിലേക്ക് ഇങ്ങനെ പോയി ഏഴാമത് തവണ എവിടെ നമ്മളെത്തും? മറുവയിൽ നമ്മളെത്തും. ആ മറുവയിൽ എത്തുന്ന സമയം എന്താകും? ഇത് 7 തവണയായിട്ട് നമ്മൾ അത് പരിഗണിക്കപ്പെടും. അത് 7 തവണയാവും. അല്ലാണ്ട് രണ്ടും കൂടെ കൂട്ടിയിട്ടെന്തല്ല, ഒരു തവണയല്ല. അപ്പോൾ നമ്മൾ സൊഫയിലെത്തിയ ഉടനെ എന്താക്കണം? നമ്മൾ ആ സമയത്തും നിയത്ത് ചെയ്യാം. പ്രത്യേകം നിയത്ത് ചെയ്യൽ നിർബന്ധമൊന്നുമല്ല, എങ്കിൽ പോലും നമുക്ക് നിയത്ത് ചെയ്യാം. എന്ത്? നവൈത്തു സഅയൽ ഉംറത്തി സബഅത അശ്വാത്തി ലില്ലാഹി തആല. എൻ്റെ ഉംറയിലെ 7 തവണ ഉള്ള ഈ സഈനെ ഞാൻ കരുതി എന്നെന്താക്കുക, നിയ്യത്ത് ചെയ്യുക. അങ്ങനെ എന്താക്കുക, ഇത് പൂർത്തിയാക്കുക. അത് പൂർത്തിയാക്കുന്നതിനിടയിൽ നമ്മൾ കഅബയെ കാണുന്ന ഒരു ഘട്ടമുണ്ട്. കഅബ ആടുന്ന് പ്രത്യേകം കാണാൻ കഴിയും. അവിടെ എത്തിക്കഴിഞ്ഞാൽ കൈ ഉയർത്തിയിട്ട് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ആ കൈ ചുംബിക്കുകയും ചെയ്യുക. അങ്ങനെ പുരുഷന്മാരായ ആളുകൾ അവിടെ പ്രത്യേകം ഈ നടക്കുന്നതിനിടയിൽ അവിടെ ഒരു പച്ച ലൈറ്റ് നമുക്ക് കാണാൻ കഴിയും. ആ പച്ച ലൈറ്റ് കാണുന്ന സമയം, അതിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ എത്തുന്ന സമയത്ത് കുറച്ച് റംല് നടത്തുമെന്നാണ് അതിന് പറയുക. കുറച്ച് സ്പീഡിൽ നടക്കുന്നതിനേക്കാൾ ഒന്ന് വേഗത്തിൽ എന്താക്കണം, അവിടുന്ന് വലിയ സ്പീഡിൽ ഓടലല്ല, മറിച്ച് ഒരു കുലുങ്ങി നടത്തും. അവരെന്താക്കണം, ആ പുരുഷന്മാരായ ആളുകൾ മാത്രം ആ പച്ച ലൈറ്റ് എത്തുന്ന സമയത്ത് എന്താക്കണം, അവരങ്ങനെ ചെയ്യുകയും ചെയ്യണം. ഈ സമയത്ത് വുളൂ നിർബന്ധമില്ല എങ്കിൽ പോലും വുളൂ സുന്നത്താണ്. പക്ഷേ നേരത്തെ നമ്മൾ തവാഫിൻ്റെ വിഷയം പറഞ്ഞു. തവാഫിൻ്റെ വിഷയം അവിടെ വുളൂ നിർബന്ധമാണ്. അതേപോലെ നജസിൽ നിന്നും അശുദ്ധിയിൽ നിന്നും ഒക്കെ ശുദ്ധിയാകൽ നിർബന്ധമാണ്. അപ്പോൾ ഒരു ആർത്തവകാരിയായ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തവാഫ് ചെയ്യാൻ പറ്റില്ല. തവാഫ് ചെയ്യണമെങ്കിൽ വുളൂ നിർബന്ധമാണ്, അശുദ്ധിയിൽ നിന്ന് ഒഴിവാകണം. അതുകൊണ്ടാണ് പല നമ്മുടെ ഈ സിയാറത്ത് ഉംറ പാക്കേജുകളെല്ലാം 7, 8, 9 ദിവസങ്ങൾ നമ്മൾ എവിടെ കാണും, മക്കത്തും 3 ദിവസം മദീനത്തൊക്കെ. ഇങ്ങനെ കാണാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ 6 or 7 ദിവസമാണ് എന്തുണ്ടാകുക, ഈ ആർത്തവ രക്തം ഉണ്ടാകുക. അപ്പോൾ ഒന്നുകിൽ അതിൻ്റെ മുമ്പോ ഒന്നുകിൽ അത് രക്തം കഴിഞ്ഞതിന് ശേഷമോ അവർക്കവിടെ തവാഫ് ചെയ്യാനുള്ള സൗകര്യം കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് അങ്ങനെ ഒരു 7 ദിവസം 8 ദിവസം ഈ മക്കയിൽ തങ്ങാൻ പൊതുവെ അങ്ങനെ ഒരു ദിവസത്തിൻ്റെ കണക്ക് കൂടെ വെക്കാനുള്ള കാരണം. ഏതായാലും ഉംറക്ക് സഅയ് ചെയ്യുന്ന സമയത്ത് വുളൂ സുന്നത്താണ്, നിർബന്ധമില്ല. ഏതായാലും അങ്ങനെ അതുകൊണ്ട് നമ്മൾ 7 തവണ 7ാമത്തെ തവണ മറുവയിലെത്തലോടുകൂടെ നമ്മുടെ സഅയ് പൂർത്തിയാവുകയാണ്. അങ്ങനെ ഉംറയുടെ ഏകദേശം പ്രവർത്തനങ്ങൾ നമ്മളിവിടെ പൂർത്തിയാക്കി. ഇനി നമുക്കുള്ളത് എന്താണ്? ഇനി നമുക്കുള്ളത് ഏറ്റവും അവസാനത്തെ നിർബന്ധ ഘടകം തഹല്ലുലാവുക എന്നുള്ളതാണ്. ആ തഹല്ലുൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ നിസ്കാരത്തിൽ നിന്ന് നമ്മൾ സലാം വീട്ടുന്നത് പോലെ, അല്ലെങ്കിൽ നോമ്പിൽ നിന്ന് നമ്മൾ ആ നോമ്പ് തുറക്കുന്നതോടുകൂടെ നമ്മൾ അതിൽ നിന്ന് തഹല്ലുലാവും, ഒഴിവാകും. ആ രൂപത്തിൽ അതേ രൂപത്തിൽ ഉംറയിൽ നിന്നോ ഹജ്ജിൽ നിന്നോ ഒഴിവാകാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു രൂപമാണ് നമ്മുടെ തലമുടി നീക്കുക എന്നുള്ളത്. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ തല മുഴുവനായും കളയുക, അത് മുണ്ഡനം ചെയ്യുക, വടിക്കുക, അതാണ് ആണുങ്ങൾക്ക് പ്രത്യേകം സുന്നത്തുള്ളത്. എന്നാൽ അവർക്ക് 3 രോമങ്ങൾ കളഞ്ഞാലും 3 മുടി മുറിച്ചാലും തലയുടെ ഭാഗത്തു നിന്നുള്ള 3 മുടികൾ മുറിച്ചാൽ തന്നെ അതിൻ്റെ നിർബന്ധ ബാധ്യത വീടും എന്ന് യാഥാർത്ഥ്യം തന്നെയാണ്.
എങ്കിൽ പോലും അവർക്ക് അങ്ങനെ ചെയ്യൽ അവർക്ക് പൂർണ്ണമായി അത് വടിക്കൽ സുന്നത്താണ്. അതേപോലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ മൊത്തം വടിക്കേണ്ടതില്ല, മറിച്ച് അവരുടെ മുടി മൊത്തം ഇങ്ങനെ കൂട്ടിപ്പിടിച്ചതിന് ശേഷം ഏറ്റവും അവസാനത്തിലുള്ള ഒരു വിരലിൻ്റെ ചെറിയൊരു ഭാഗത്തിൻ്റെ ഗ്യാപ്പിൽ അവരെന്താക്കുക, മൊത്തം മുടി എന്താക്കുക, ചെറിയൊരു ഏറ്റവും അവസാനത്തിൽ നിന്ന് കട്ട് ചെയ്യുക. ഇതോടുകൂടെ അവരെന്തായി, ഉംറയിൽ നിന്ന് തഹല്ലുലായി. അതോടുകൂടെ നമ്മളെ ഒരു ഉംറ പൂർത്തിയായി. ഇനി നമുക്ക് 2 or 3 എത്ര വേണമെങ്കിലും ഉംറകൾ ചെയ്യാം. ഇനി നമ്മൾ എവിടെയാണ്, നമ്മൾ ഇന്ത്യയിൽ നിന്ന് പോകുന്ന ആളല്ല, നമ്മൾ ഹറമിലുള്ള ആളാണ്. ഹറമിലുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ഹറമിൻ്റെ പുറത്ത് പോയിട്ടാണ് എന്താക്കേണ്ടത്, ഉംറയ്ക്ക് ഇഹ്റാം കെട്ടേണ്ടത്. അത് പിന്നെ ഹറമിൻ്റെ ഏറ്റവും അടുത്തുള്ള സ്ഥലം ഏറ്റവും അടുത്തുള്ള സ്ഥലമാണ് തൻഈം, അതായത് ആയിഷ പള്ളി എന്ന് പറയും, മസ്ജിദ് ആയിഷ. അവിടെ പോയിട്ടാണ് ആദ്യമായിട്ട് എന്താക്കുക, 2ാമത്തെ ഉംറ ചെയ്യുക അവിടെ നിന്നാണ്. പിന്നെ അതിൻ്റെ ശേഷം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്ത സ്ഥലങ്ങളുണ്ട്. അവർ മദീനത്തു നിന്ന് വരുന്ന ആളുകൾക്ക് പ്രത്യേകം പിന്നെ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യേണ്ട സ്ഥലങ്ങൾ, അവിടെ പോയിട്ട് എന്താക്കുന്നുണ്ട്, നമ്മൾ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യാറുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ബർക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതെല്ലാം പിന്നീട് കർമ്മങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. അവിടെ ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാം ചെയ്യാൻ വേണ്ടിയുള്ള സ്ഥലങ്ങൾ വ്യത്യാസമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ അവിടെ ചെയ്യേണ്ടത്, നമ്മൾക്ക് അതിൻ്റെ ഇടയിൽ കഴിയുന്ന അത്രയും ത്വവാഫുകൾ നമ്മൾ ചെയ്ത് പൂർത്തിയാക്കാൻ നമ്മൾ ശ്രമിക്കണം. ആ സമയത്ത് നമ്മുടെ വേഷത്തിനോ മറ്റൊന്നും പ്രശ്നമില്ല. ആ സമയത്ത് നമ്മൾ 7 തവണ കഅബയെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ചുറ്റിക്കഴിഞ്ഞാൽ അത് ഒരു ത്വവാഫായിട്ട് പരിഗണിക്കപ്പെടും. അങ്ങനെ നമുക്ക് കഴിയുന്നത്രയും ഓരോ ജമാഅത്തിന് പോകുന്ന സമയത്തും മറ്റെല്ലാ സമയങ്ങളിലും എന്താക്കുക, ഈ ത്വവാഫ് നമ്മളെന്താക്കണം, പൂർത്തിയാക്കണം. അങ്ങനെ നമ്മൾ തവാഫെല്ലാം പൂർത്തിയാക്കി നമ്മൾ അവിടുത്തെ ദിവസങ്ങളെല്ലാം കഴിഞ്ഞു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് യാത്ര പോരുകയാണ്. യാത്ര പോരുമ്പോൾ നമ്മൾ അവിടെ പിന്നെയും നമ്മൾ കഅബയുടെ അടുത്തെത്തണം. കഅബയുടെ അടുത്തെത്തിയിട്ട് നമ്മളൊരു തവാഫ് കൂടെ ചെയ്യണം. ആ തവാഫിൻ്റെ പേരെന്താണ്? തവാഫുൽ വിദാ എന്നാണ്, വിടവാങ്ങലിൻ്റെ തവാഫ് എന്നാണ് അതിന് പറയുക. ആ തവാഫ് ചെയ്യാൻ നമ്മൾ ആ സമയത്ത് നിയ്യത്ത് വെക്കണം. എന്ത് നിയ്യത്ത് വെക്കണം? അല്ലാഹുവേ നബൈതു തവാഫൽ വിദാ, അല്ലാഹുവേ ഞാൻ വിദായിൻ്റെ തവാഫിനെ കരുതി എന്ന് നിയ്യത്ത് വെച്ച് നമ്മൾ 7 തവണ പൂർത്തിയാക്കിയതിന് ശേഷം നമ്മൾ മുൽത്തസമിൻ്റെ അടുത്തെത്തണം. എവിടെയാണ് മുൽത്തസം? കഅബയുടെ വാതിലിൻ്റെയും അതേപോലെ ഹജറുൽ അസ്വദിൻ്റെയും ഇടയിലുള്ള സ്ഥലമാണ് മുൽത്തസം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ മുൽത്തസമിൻ്റെ അടുത്തെത്തിയിട്ട് നമ്മൾ നെഞ്ച് കഅബയോട് ചേർത്ത് വെക്കാൻ പറ്റിയൊരു സാഹചര്യമാണ് എങ്കിൽ അങ്ങനെ വെക്കുക. നമ്മൾ പരമാവധി അതിനെ കഷ്ടപ്പെട്ട് നമ്മുടെ കഅബയിലേക്ക് നമ്മുടെ കൽബ് ചേർത്ത് വെച്ചിട്ട് നമ്മുടെ വിങ്ങുന്ന കൽബുമായ റബ്ബിനോട് ദുആരക്കുക. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പറയുക, നമ്മളെ പ്രതിസന്ധികൾ പറയുക, നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിങ്കലേക്ക് ആ കഅബയെ ഇങ്ങനെ ചേർത്ത് വെച്ച് ഇനി എനിക്കിവിടെ വരാനാകുമോ എന്ന വലിയ ആ ഒരു ആഗ്രഹത്തോടൊപ്പം അങ്ങനെ ഒരു പ്രയാസവും നമ്മുടെ മനസ്സിലുണ്ടായി. അങ്ങനെ നമ്മൾ വീണ്ടും വന്ന് പിന്നെ സംസം വെള്ളം കുടിക്കുക. അതിന് ശേഷം വീണ്ടും അവിടെ ഹജറുൽ അസ്വദ് മുത്താൻ വേണ്ടി പോവുക. ഹജറുൽ അസ്വദ് മുത്തി, ഹജറുൽ അസ്വദ് മുത്താൻ കഴിയുമെങ്കിൽ പരമാവധി അതിനു വേണ്ടി സൗകര്യങ്ങളെല്ലാം നോക്കി ഹജറുൽ അസ്വദ് മുത്തി അതിന് ശേഷം പിന്നെ നമ്മൾ കഅബയോട് യാത്ര പറയുക. തപിക്കുന്ന ഹൃദയവുമായി, കരയുന്ന കണ്ണുകളോടെ, കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ആ കഅബയോട് നമ്മൾ വിട വാങ്ങുക, നമ്മൾ യാത്ര പറയുക. ആ സമയത്ത് പിന്നീട് യാത്ര പറഞ്ഞതിന് ശേഷം പിന്നീട് യാത്രയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ പിന്നെ ഒരാവശ്യത്തിന് വേണ്ടി, പിന്നെ പർച്ചേസിന് പോവുക, പിന്നെ വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി പോവുക, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. യാത്രയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി തങ്ങണമെങ്കിൽ തങ്ങാം. ഏതായാലും അങ്ങനെ യാത്ര പറഞ്ഞ് നമ്മൾ തിരിച്ച് നടക്കുകയും ചെയ്യുക. ഇങ്ങനെയാണ് നമ്മുടെ ഉംറ നമ്മൾ പൂർത്തിയാക്കേണ്ടത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പക്ഷേ പല ഗൗരവമുള്ള വിഷയം. നമ്മൾ പിന്നെ ഞാൻ അറിയാത്ത ആളാണ്, ഞാൻ അവിടെ പോയാൽ എന്താകും, ഇങ്ങനെയുള്ള പ്രയാസങ്ങളൊന്നും വേണ്ട. എല്ലാം നമ്മളെ റാഹത്തിലും സന്തോഷത്തിലും ആകും. എത്രയോ പാവപ്പെട്ട ആളുകൾ, വിവരമില്ലാത്ത ആളുകൾ സന്തോഷത്തോടെ പോയി വന്നവരുണ്ട്. നമ്മൾ അറിയാത്തത് ചോദിക്കുക. നമ്മുടെ ഉസ്താദുമാരുണ്ട്, ആളുകളുണ്ട്. അള്ളാഹു നമുക്കെല്ലാം മഖബൂലും മബ്റൂറും മർദിയുമായ ഹജ്ജിനും ഉംറക്കും തവാഫിനും എല്ലാമുള്ള വലിയ തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹബീബായ തങ്ങളുടെ ഹലറത്തിലെത്തി അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്
എന്ന് സലാം പറയാനുള്ള വലിയ തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടെ വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.